തന്നെ വിളക്കുമറി വന്ന കെ.വി. വസന്തകുമാർ രചിച്ച ഈ പുസ്തകത്തിന്റെ പ്രകാശന ചടങ്ങ് ഒരുപാട് ചരിത്ര മുഹൂർത്തങ്ങളെ ഓർത്തെടുക്കുന്ന ഒരു ചടങ്ങായി മാറിക്കഴിഞ്ഞു. തമ്പാൻ സാറിനെ കാണുമ്പോൾ ഞാനൊക്കെ കൊല്ലത്തുള്ള ഒരു കേസുകാരൻ എന്ന നിലയിൽ സാധാരണ കേസുകാരനായിരുന്ന കാലം മുതൽ എന്നോടൊക്കെ വലിയ വാത്സല്യമാണ്. ആ കേസ് സ്നേഹമായി. പക്ഷെ അന്നൊക്കെ അദ്ദേഹത്തെ കാണുമ്പോൾ വളരെ വിനയത്തോടുകൂടി എല്ലാവരോടും പെരുമാറുന്ന സൗമ്യനായ തമ്പാൻ സാർ. പക്ഷെ പിന്നീട് അദ്ദേഹത്തിന്റെ കേസു കാലത്തെ കുറിച്ചൊക്കെ മനസ്സിലാക്കിയപ്പോഴാണ്, അതിപ്പോ ഈ പുസ്തകത്തിലും പറയുന്നുണ്ട്, അത്രയും എന്താണ് ഒരു ടെറർ ക്യാരക്ടർ ഉണ്ടായിരുന്ന ഉജ്ജ്വല കേസു സംഘാടകനായിരുന്ന തമ്പാൻ സാറിനെ കുറിച്ച് മനസ്സിലാക്കാൻ കഴിയും. അപ്പോ അതിനുശേഷം പിന്നെ അദ്ദേഹം മലയാള ഭാഷയ്ക്കും വൈജ്ഞാനിക സാഹിത്യത്തിനുമൊക്കെ നൽകിയ സംഭാവനകളുമെല്ലാം എല്ലാവരോടും അനുസ്മരിച്ചു. പറഞ്ഞത് ഞാൻ വീണ്ടും ആവർത്തിക്കുന്നില്ല. ആന്റണി സാർ ഇവിടെ പറഞ്ഞ ഒരു കാര്യം തീർച്ചയായും KPCC പ്രസിഡന്റിന്റെ കൂടെ പ്രതിനിധിയായി ഇവിടെ നിൽക്കുന്നതുകൊണ്ട് തീർച്ചയായും കോൺഗ്രസ് പാർട്ടിക്ക് പറ്റിയ വലിയ തെറ്റാണ്. ഡോക്ടർ എം.ആർ. തമ്പാനെ അദ്ദേഹം അർഹിക്കുന്ന ആദരവ് നമുക്ക് നൽകാൻ കഴിഞ്ഞിട്ടില്ല. തീർച്ചയായും അക്കാര്യത്തിൽ വൈകാതെ ഉണ്ടായ തെറ്റ് തിരുത്താനുള്ള നടപടി നമ്മുടെ നേതൃത്വത്തിന്റെ ഭാഗത്തുനിന്നുണ്ടാകുമെന്ന് നിർദ്ദേശത്തെ ഈ സദസ്സിന്റെ മുൻപാകെ അത് അറിയിക്കുകയാണ്. രണ്ടാമത്തെ കാര്യം ഇവിടെ നേരത്തെ പറഞ്ഞു. നേരത്തെ ഓണക്കൂർ സാറ് പറഞ്ഞൊരു കാര്യമുണ്ട്, പ്രിയദർശിനി പബ്ലിക്കേഷൻസ് KPCC-യുമായി ബന്ധപ്പെട്ടാണ്. അപ്പൊ സാറ് പറഞ്ഞു പ്രിയദർശിനി എന്ന പേര് യഥാർത്ഥത്തിൽ ആ പബ്ലിക്കേഷൻ ഇട്ടത് ഓണക്കൂർ സാറാണ്. എല്ലാവരും കൊടുക്കുന്നത്. സാറ് പറഞ്ഞു ഈ പർവ്വതങ്ങളിലെ കാറ്റെന്ന് പറഞ്ഞ നോവല് ഇന്ദിരാഗാന്ധിയെ കുറിച്ച് തമ്പാൻ സാർ എഴുതിയ ഓണക്കൂർ സാർ എഴുതിയ നോവലാണ്. ഓണക്കൂർ സാറ് ഞാൻ സാറിനോട് ഇപ്പോൾ ചോദിക്കുകയായിരുന്നു, പർവ്വതങ്ങളിലെ കാറ്റ് DC തന്നെ ഇംഗ്ലീഷിലേക്കും പരിഭാഷപ്പെടുത്തിയിട്ടുണ്ട്. ഞാൻ വായിച്ചതാണ് നോവലാണ്. മനോഹരമായ ഒരു നോവലാണ്. ഇന്ദിരാഗാന്ധിയെ കുറിച്ചുള്ള ഒരു കവിതയാണ് നോവലിനേക്കാൾ ഉപരിയായി. അത്ര മനോഹരമായ ഒരു പുസ്തകമാണ്. അപ്പോൾ പ്രിയദർശിനി പബ്ലിക്കേഷൻസും തീർച്ചയായും കൂടുതൽ സജീവമാക്കാൻ പുസ്തക ചർച്ചകളൊക്കെ ഇവിടെ നടക്കുന്നുണ്ട്. ആ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട്. ശ്രീ പതുവിന്റെ ചുമതലയിലാണ് ഇപ്പോൾ ഉള്ളത്. കുറച്ചുകൂടെ അത് സജീവമാക്കണം. നേരത്തെ തന്നെ പുസ്തക വണ്ടിയൊക്കെ ഉണ്ടായി, അതൊക്കെ ഇപ്പോൾ നിന്നു. അതെല്ലാം നമുക്കൊന്നുകൂടി സജീവമാക്കാനുള്ള നടപടികൾ സ്വീകരിക്കാമെന്നുകൂടി ഈ യോഗത്തിന് ഉറപ്പ് നൽകുകയാണ്. ദീർഘമായി സംസാരിക്കുന്നതില്ല. ഞാൻ യഥാർത്ഥത്തിൽ സാന്ദർഭികമായി KPCC വരുന്നതിന്റെ ഭാഗമായിട്ട് ഒന്നാണ്. ഇവിടെ വന്നപ്പോഴാണ് എന്നോട് തമ്പാൻ സാർ പറഞ്ഞത് ഒരു ജീവചരിത്രത്തിന്റെ പ്രകാശന ചടങ്ങുണ്ട്, ആന്റണി സാർ ഇപ്പോഴെത്തും, ഒന്ന് ഇരിക്കാവെന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു സന്തോഷം. എനിക്കതൊരു വലിയ സന്തോഷവും അഭിമാനകരമായ ഒരു കാര്യമാണ് ഈ ചടങ്ങിൽ പങ്കെടുക്കാൻ. ഞാൻ തീർച്ചയായും പങ്കെടുക്കാറുണ്ട്.